നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷ ലഹരിയിൽ മുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. ശേഷം ചെങ്കോട്ടയിൽ നിന്ന് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ധീരുകളും ഓർമ്മകളും ഒരുപാടുള്ള പെറ്റമ്മ നാടിന്റെ ഈ ആഘോഷവേളയിൽ കനേഡിയൻ താളുകളുടെയും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. പ്രതിഷേധങ്ങൾ പെരുകുന്നു. കൂടുതൽ സേനാ സഹായം അഭ്യർത്ഥിച്ച് ഓന്റാരിയോ പ്രൊവിൻഷ്യൽ പോലീസ് കമ്മീഷണറും നാഷണൽ അസോസിയേഷൻ പ്രസിഡന്റുമായ തോമസ് കാരി ദേശീയ പ്രശ്നങ്ങളെക്കാൾ ആഗോള പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്നവരുടെ എണ്ണം കാനഡയിൽ കൂടിയിട്ടുണ്ടെന്നും കയ്യേറ്റവും അക്രമവും കാണിക്കുന്ന പ്രതിഷേധക്കാരെ നേരിടാൻ സജ്ജരായ പോലീസുകാർ ഇല്ലാത്തതാണ് ഇപ്പോൾ കാനഡ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും ഹാലിഫാക്സിൽ നടന്ന കനേഡിയൻ അസോസിയേഷൻ ഓഫ് പോലീസ് ചീഫ്സ് മീറ്റിംഗിൽ അഭിപ്രായമുയർന്നു. നിർബാധം തുടരുന്ന കുടിയേറ്റവും ജാതിമത വർഗചിന്തകളുടെ മുൻപില്ലാത്ത വിധമുള്ള ഭീഷണികളും പ്രതിഷേധങ്ങൾ പെരുകാൻ കാരണമാക്കിയിട്ടുണ്ടെന്നും അതനുസരിച്ച് സേന നവീകരിക്കപ്പെടുക തന്നെ വേണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ടൊറന്റോയിൽ പെരുകുന്ന എംപോക്സ് വൈറസ് ബാധയെ കരുതിയിരിക്കാൻ ഹെൽത്ത് കാനഡ. ജൂലൈ 31 വരെയുള്ള കണക്കനുസരിച്ച് 93 എംപോക്സ് കേസുകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ 4 ഇരട്ടി വർധനയാണ് എംപോക്സ് കേസുകളിൽ വന്നിരിക്കുന്നതെന്നും കാനഡയിലെ പബ്ലിക് ഹെൽത്ത് ഏജൻസിയുടെ കണക്കനുസരിച്ച് എംപോക്സ് മുറിവുകളുമായോ ചുണങ്ങുകളുമായോ ഉള്ള സമ്പർക്കത്തിലൂടെയോ രക്തം, ഉമിനീർ അല്ലെങ്കിൽ ശുക്ലം പോലുള്ള ശരീരസ്രവങ്ങളിലൂടെയാണ് മറ്റൊരാളിലേക്ക് പടരുന്നതെന്നും പരമാവധി ആളുകൾ പ്രതിരോധ വാക്സിൻ എടുത്ത് സുരക്ഷിതരായിരിക്കണമെന്നും ടൊറന്റോ പബ്ലിക് ഹെൽത്ത് മുന്നറിയിപ്പിൽ പറയുന്നു. ഭവനരഹിതരുടെ വിലാപങ്ങളുടെ ഭൂമിയായി ഓന്റാരിയോ മാറുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഓന്റാരിയോയിലെമ്പാടും തെരുവുകളിൽ താൽക്കാലിക വസതിയൊരുക്കുന്ന 1400-ലധികം ഭവനരഹിതരെ കണ്ടെത്തിയതായി ഓന്റാരിയോ മുനിസിപ്പൽ അസോസിയേഷൻ. ക്യാമ്പുകളിൽ അന്തിയുറങ്ങുന്ന ആളുകൾക്ക് പാർപ്പിടവും ആരോഗ്യ പരിപാലന പിന്തുണയും നൽകുന്നതിന് മുനിസിപ്പാലിറ്റികൾ പ്രവിശ്യ സർക്കാരിനോട് കൂടുതൽ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പാർപ്പിടം പോലുള്ള പ്രാഥമിക ആവശ്യങ്ങൾ കഴിയുന്നതും വേഗത്തിൽ നിർമ്മിച്ചു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും ധനമന്ത്രി പീറ്റർ ബെദ്ലൈൻ-ഫാൽവി പറഞ്ഞു. കമ്മ്യൂണിറ്റി സപ്പോർട്ടീവ് ഹൗസിംഗ് എന്നിവയ്ക്കായി പ്രവിശ്യ പ്രതിവർഷം $700 മില്യൺ ചെലവഴിക്കുന്നുണ്ടെന്നും പാർപ്പിടത്തിനും ഭവനരഹിതർക്കുമായി ടൊറന്റോയ്ക്കും ഒട്ടാവയ്ക്കും $240 ദശലക്ഷത്തിലധികം നൽകുന്നുണ്ടെന്നും മുനിസിപ്പൽ കാര്യഭവന മന്ത്രി പോൾ കലന്ത്രയുടെ വക്താവ് ഈ വിഷയത്തോടെ പ്രതികരിച്ചു. ജാസ്പർ കാട്ടുതീ $238 മില്യൺ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതായി നിഗമനം. 800 ഭവന യൂണിറ്റുകളടക്കം 358 കെട്ടിടങ്ങളെ പാടെ വിഴുങ്ങിയ കാട്ടുതീ ഒരു നഗരത്തെയാകെ അഗ്നിയാൽ നശിപ്പിക്കുകയായിരുന്നു. തീ പേടിച്ച് പലായനം ചെയ്യപ്പെട്ട പട്ടണവാസികളെ പുനർവിന്യസിക്കുക എന്ന വലിയ യജ്ഞം സർക്കാരിന് മുന്നിലുണ്ടെന്നും ഓഗസ്റ്റ് 24 പുനരധിവാസ പ്രക്രിയകൾ ആരംഭിക്കാൻ കഴിയുമെന്നും ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിൽ ഗിവൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. എയർ കാനഡയിലെ പൈലറ്റുമാർ സമരത്തിലേക്ക്. സെപ്റ്റംബർ 17 മുതൽ ആരംഭിക്കാനിരിക്കുന്ന സമരം പ്രഖ്യാപിച്ച പോലെ നടന്നാൽ വിമാനയാത്രക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കും. എന്നാൽ പൈലറ്റുമാരുടെ സംഘടനയുമായുള്ള ചർച്ചകളിൽ പുരോഗതി കാണുന്നുവെന്ന് എയർ കാനഡ അറിയിച്ചു. അമേരിക്കൻ പൈലറ്റുമാരുടെ ശമ്പളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വിടവ് തങ്ങളുടെ ശമ്പളത്തിൽ അനുഭവപ്പെടുന്നുണ്ടെന്നും യഥാസമയം ശമ്പള പരിഷ്കരണമാണ് സമരം ഒഴിവാക്കാനുള്ള മാർഗമെന്നും പൈലറ്റുമാരുടെ സംഘടനാ പ്രതിനിധി ചാർലിൻ ഹുഡി മാധ്യമങ്ങളെ അറിയിച്ചു. ഗാസയിലെ ഇസ്രായേൽ അതിക്രമങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ വ്യാപക വിമർശനമുയരുന്ന സാഹചര്യത്തിലും സയനിസ്റ്റ് ഭരണകൂടത്തിന് $2000 കോടി ആയുധങ്ങൾ നൽകാൻ അമേരിക്ക യുദ്ധവിമാനങ്ങളും സൈനിക ഉപകരണങ്ങളും ഉൾപ്പെടെ ഇസ്രായേലിന് വിൽക്കാനുള്ള കരാറിന് ചൊവ്വാഴ്ചയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അനുമതി നൽകിയത്. പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനം. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കും. SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി ചേർത്താണ് 6 ലക്ഷം രൂപ ലഭിക്കുക. ഉരുൾപൊട്ടലിൽ കണ്ണുകൾ, കൈകാലുകൾ എന്നിവ നഷ്ടപ്പെട്ടവർക്കും 60% വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ വീതവും 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ വീതവും CMDRF-ൽ നിന്നും അനുവദിക്കും. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.